നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടപടികൾ. ഒരു മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കും എന്നാണ് വിവരം. ഇതിനിടെ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ വിചാരണ കോടതിയിൽ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകി. ദിലീപിനെതിരെ പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്ന ആരോപണത്തിലാണ് ഹർജി. വളരെ പ്രധാനപ്പെട്ട ചില നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട്. അന്തിമവാദം നടക്കുന്ന ദിവസം അതിജീവിതയായ തന്റെ ഭാഗത്തുണ്ടാകുന്നതെന്ന് പ്രധാനമാണ്. കാരണം ഒരു അഭിമുഖത്തിലാണ് ശ്രീലേഖ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആജ്ഞ രവീന്ദ്രനും TG സജിത്തും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം നടന്ന ഒരു സംഭവം, അത് കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത തലത്തിലേക്ക് മാറുന്നു. അതിനുശേഷം ഒരുപാട് നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. സിനിമാ മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നു. ചില സൂപ്പർ താരങ്ങളുടെയൊക്കെ നമുക്കറിയാം ദിലീപ് 8ാം പ്രതിയായി മാറുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഒരുപാട് ഈ 8 വർഷം കൊണ്ട് കണ്ടു. ഇതിനിടയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറ്റുന്നതടക്കമായ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വരെ നീണ്ട നിയമപോരാട്ടവും കണ്ടു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അന്തിമവാദം ആരംഭിക്കുമ്പോൾ ഇനി എന്തൊക്കെ നാടകീയതകൾ നമ്മൾ പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെയും മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. ഈ കത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി, അതായത് കോടതിയുടെ പരിധിയിലിരിക്കുമ്പോൾ തന്നെ അനധികൃതമായി 3 തവണ പരിശോധിച്ചു. ഈ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ ശിരസ്തദാർ താജുദ്ദീൻ, മഹേഷ് മോഹൻ എന്ന് പറയുന്ന കോടതി ബെഞ്ച് ക്ലാർക്ക് കൂടി ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ 3 സാഹചര്യങ്ങളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കണ്ടെത്തിയതാണ്. അതായത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന് കണ്ടെത്തിയതാണ്. എന്നാൽ കോടതിയിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നീക്കമാണ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള തരത്തിലാണ് അതിജീവിതയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ തുടർ നടപടികൾ ആവശ്യമില്ല എന്നുള്ള തരത്തിലായിരുന്നു ജഡ്ജിന്റെ നീക്കം. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്ത് അതിജീവിത ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ ഈ കേസിൽ നടപടി ഉണ്ടാകുന്നില്ല. മെമ്മറി കാർഡ് അത് കേസിലെ പ്രധാന തെളിവാണ്. മെമ്മറി കാർഡ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് കോടതിയുടെ, പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും ഇത്തരത്തിൽ കോടതിയുടെ ഇതിൽ സൂക്ഷിക്കേണ്ടുന്ന, അണ്ടറിൽ സൂക്ഷിക്കേണ്ടുന്ന ഇത്തരം തെളിവുകൾ കോടതിക്ക് പുറത്തു കൊണ്ടുപോകുന്ന സാഹചര്യമില്ല. എന്നാൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് അത് വീട്ടിൽ കൊണ്ടുപോയാണ് പരിശോധിച്ചതെന്നാണ് വ്യക്തമായത്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പോലും അക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്നാണ് രാഷ്ട്രപതിക്ക് കഴിഞ്ഞ ദിവസം അതിജീവിത അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ നമുക്കറിയാം, സൂചിപ്പിച്ചതുപോലെ 2017 ഫെബ്രുവരി 17 തുടങ്ങിയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട്, അതായത് ലൈംഗികമായി അതിക്രമം നടത്താൻ, ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ കൊട്ടേഷൻ കൊടുക്കുന്ന സംഘം കേരളം ഞെട്ടലോടെ കേട്ടുണർന്ന ഒരു ദിവസമായിരുന്നു അത്. അതേ തുടർന്ന് അന്ന് വൈകിട്ട് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള യോഗത്തിൽ ദിലീപ് അടക്കമുള്ള പ്രമുഖ നടിമാരും ഒക്കെ പങ്കെടുത്തിരുന്നു. ആ സമയത്തും വീട്ടിലുള്ള പെൺകുഞ്ഞുങ്ങളെ സുരക്ഷിതരാണോ എന്നുള്ള ആശങ്കയായിരുന്നു ദിലീപ് പങ്കുവച്ചത്. അത്തരത്തിൽ ആൾക്കൂട്ടത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് ദിലീപ് 3ാം തവണ ചോദ്യം ചെയ്തതിനു ശേഷമാണ് 8ാം പ്രതിയാകുന്നത്. 8ാം പ്രതിയെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത് നമുക്കറിയാം. കഴിഞ്ഞ 7.5 വർഷം സുപ്രീം കോടതി പോലും വിചാരണ നീണ്ടുപോകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഒരു കേസ് കൂടിയായിരുന്നു ഇത്. ഇതിൽ 1ാം പ്രതിയായ പൾസർ സുനി എന്ന സുനിൽകുമാറിന് 7.5 വർഷത്തിന് ശേഷമാണ് കേസിൽ ജാമ്യം പോലും ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്തുകൊണ്ടാണ് വിചാരണ തടവുകാരനെ ഇത്ര കാലം ഈ വിചാരണ തടവുകാരനായി പാർപ്പിച്ചിരിക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സുപ്രീം കോടതി പോലും അത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രഞ്ജിത്ത്, നമുക്ക് അതിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. ആജ്ഞയിലേക്ക് വരാം. തുടരുക. സ്ത്രീയോട് ലൈംഗിക അതിക്രമം കാട്ടാൻ കൊട്ടേഷൻ നൽകിയെന്ന് കേരളം ഇതുവരെ കേൾക്കാത്ത കുറ്റകൃത്യ വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. മലയാള സിനിമയിലെ പ്രധാനിയായ ദിലീപിന്റെ അറസ്റ്റിനും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും വഴിവെച്ചത് ഈ കുറ്റകൃത്യമാണ്. കേസിന്റെ നാൾ വഴിയിലേക്ക് ഒന്ന് പോകാം.
7 വർഷത്തോളം നീളുന്ന അതിജീവിതയുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17-ന് അങ്കമാലി അത്താണിക്ക് സമീപം നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്ത വാർത്ത കേരളത്തെ ഉലച്ചു. രാജ്യത്താകെ ചർച്ചയായി. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിൻ ആന്റണി. സിനിമാ രംഗത്തെ ഡ്രൈവർ പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് ഐജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. പിന്നീട് കേസിൽ 8ാം പ്രതിയായ ദിലീപും കൂട്ടായ്മയിൽ. ഫെബ്രുവരി 23-ന് പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. ആകെ 7 പ്രതികൾ. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനെന്ന് പൾസർ സുനിയുടെ മൊഴി. ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്ന നിർണായക തെളിവുകൾ ലഭിച്ചതോടെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10-ന് ദിലീപിന്റെ നിർണായക അറസ്റ്റ്. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി ദിലീപ് ആലുവ സബ് ജയിലിൽ. ഒക്ടോബർ 3-ന് ഉപാധികളോടെ ജാമ്യം. നവംബർ 22-ന് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം. 2018 മാർച്ച് 8-ന് വിചാരണ നടപടികൾ ആരംഭിച്ച കേസിൽ പിന്നെ കേരളം കണ്ടത് സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റം. വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിൽ സുപ്രീംകോടതി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയ കേസിൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ വിവിധ ഹർജികളുമായി ദിലീപ് വിചാരണ കോടതി മുതൽ സുപ്രീംകോടതി വരെ എത്തിയത് 50 തവണ. വിചാരണ കോടതി മാറ്റണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വരെ പോയിട്ടും നടിക്ക് തിരിച്ചടി. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നടത്തിയ നിയമപോരാട്ടത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല. അന്തിമ വിചാരണയിലേക്ക് നീങ്ങുമ്പോഴും മെമ്മറി കാർഡ് തുറന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് നടി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച മനസ്സോടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമുക്കറിയാം, അങ്ങനെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതി വരെ എത്തിയ 8 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ സമീപിച്ചതാണ്. അത് വളരെ നിർണായകമായിരുന്നു. കാരണം ഈ ഹാഷ് വാല്യൂ മാനതുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി കിട്ടാത്ത കാര്യം, പലതവണ ഈ മെമ്മറി കാർഡുകൾ പല വിധത്തിൽ ഉപയോഗിക്കപ്പെട്ട കാര്യം, അത് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട് കേസുമായി പരാതിയുമായി മുന്നോട്ട് പോയിട്ടും തനിക്ക് അർഹമായ നീതി കിട്ടിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നടി അങ്ങനെ നിലപാടിലേക്ക് പോയത്. സൈത്ത് കൂടി സൈത്ത്, അങ്ങനെ നമുക്കറിയാം ഈ കേസ് ഇത് എത്രത്തോളം നമ്മുടെ സമൂഹം ചർച്ച ചെയ്തു എന്നുള്ളത്, എന്തൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്നുള്ളത്, ഈ ഒരു ചില സാക്ഷികളുടെ വൻതോതിലുള്ള സാക്ഷികളുടെ കൂറുമാറ്റം എന്നുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ സ്വാധീനിച്ചത് എന്നുള്ളത്, കേരളം കണ്ട ഒരുപക്ഷെ കൊട്ടേഷൻ, അതായത് ഒരു സിനിമാ താരം 8ാം പ്രതിയായ ദിലീപിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. കൊട്ടേഷൻ നൽകിയെന്ന് പൾസർ സുനി പറയുന്നു. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള ഒരു കുറ്റകൃത്യം, അതിപ്പോൾ 8 വർഷം അതിന്റെ വിചാരണ പിന്നിടുമ്പോൾ ഏറ്റവും ഒടുവിലത്തേത് നടിയുടെ ഈ ആവലാതി തന്നെയാണ് രാഷ്ട്രപതിയെ സമീപിക്കുന്ന അപൂർവമായ ഒരു സംഭവത്തിലേക്ക് മാറുന്നതാണ്. അങ്ങനെ വിലയിരുത്തിയാൽ ഈ നാൾവഴികളൊന്ന് വിലയിരുത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുകയും ചർച്ച ചെയ്യേണ്ടിയും വരും, നിയമവിദഗ്ധർക്കടക്കം. രഞ്ജിത്ത്, തീർച്ചയായും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിരവധി അപൂർവതകളുള്ള ഒരു കേസാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും പ്രശസ്തമായ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആരോപണ വിധേയനായത്. ഇതിൽ അതിജീവിതയായ വ്യക്തിയും ആ തരത്തിൽ സമൂഹത്തിൽ സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. അങ്ങനെ അപൂർവതകൾ നിരവധിയുള്ള കേസാണ്. മാത്രമല്ല, ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ എന്നത് നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അത്രയൊന്നും നമ്മൾ ചർച്ച ചെയ്തതും കേട്ടിട്ടുമുള്ള കാര്യം കൂടിയല്ല. അങ്ങനെയാണ് ഈ കേസ് തുടക്കം മുതൽ ചർച്ചയാവുമ്പോൾ നിരവധി ഞെട്ടിക്കലുകളാണ്. ആദ്യ മണിക്കൂറുകളിലെ ഈ വാർത്ത എങ്ങനെ എന്നതിനപ്പുറത്തേക്ക് പിന്നീട് പുറത്തു വന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. നിരവധി സാഹചര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിലാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ DGP റാങ്കിൽ ഉണ്ടായിരുന്ന വിരമിച്ച ഒരു വ്യക്തി പിന്നീട് നടത്തുന്ന ഒരു പ്രസ്താവനയിൽ ആ പ്രതി
ക്കെതിരെ തെളിവുകൾ വ്യാജമായി ചമച്ചു എന്ന് ആ പ്രതിക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുമ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സംഭവിച്ച അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ആരംഭിക്കുന്ന ഈ അന്തിമവാദത്തിനൊടുവിൽ വിധി പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും ആകാംക്ഷ പോകുന്നതും അങ്ങോട്ടേക്കാണ്. ചോദ്യങ്ങൾ ഉയരുന്ന നിരവധി ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. നമുക്കറിയാം പൾസർ സുനി, ഈ സുനിൽ കുമാർ ജാമ്യം കിട്ടി പുറത്താണിപ്പോൾ. പക്ഷേ സുനിൽ കുമാറിന് സുപ്രീം കോടതി വരെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്താൻ എവിടുന്ന് പണമുണ്ടാവുന്നു? ആ ചോദ്യത്തിന് ഈ കേസിന്റെ അന്തിമ വിധി വരുമ്പോൾ ഒരു പക്ഷേ ഉത്തരമുണ്ടായേക്കാം. കാരണം കോടതിയുടെ നിഗമനം എന്ത് എന്നതിൽ അതിൽ പ്രസക്തമാണ്. കാരണം സാധാരണ രീതിയിലുള്ള ഒരു ഡ്രൈവറായി സിനിമാ മേഖലയിൽ നിൽക്കുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ആ വ്യക്തിക്ക് ഇത്ര അധികം പണം ചെലവഴിച്ച് എങ്ങനെ നിയമ പോരാട്ടം നടത്തി, അതിന് ആര് ഫണ്ട് ഇറക്കി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടാവണം. മറ്റൊന്നതാണ് നേരത്തെ ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് എത്തിയേക്കുന്ന സാഹചര്യം. കാരണം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതിൻ്റെ അർത്ഥം അത് പരിശോധിക്കപ്പെട്ടു, അത് കോടതിക്ക് പുറത്ത് 3 ഘട്ടങ്ങളിലായി തുറന്ന് അതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ മറ്റാരോ കണ്ടിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതായത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടത്തു നിന്നും ഈ മെമ്മറി കാർഡ് പുറത്തുപോയി തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ സുരക്ഷ എന്ന വലിയൊരു ചോദ്യമുണ്ടാകുന്നു. ഒരുപക്ഷെ ഈ കേസിന്റെ വിധി എന്തായാൽ പോലും ഇനി ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയായി മാറിയേക്കാം. ഒരുപക്ഷെ രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ഹർജി അത് ഏതു തരത്തിൽ അതിന്റെ പ്രതികരണം രാഷ്ട്രപതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഉണ്ടാവട്ടെ. അതിനുമപ്പുറം അവർക്ക് അങ്ങനെ പോവേണ്ടി വരുന്നു എന്ന വസ്തുത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും സുരക്ഷിതവും ഏറ്റവും തങ്ങളുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടുമെന്നും കരുതുന്ന നിയമ സംവിധാനങ്ങളിൽ നിന്നും ഇത്തരം ഒരു പിഴവുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഈ ഓൺലൈൻ ചാനലിന് നൽകിയൊരു അഭിമുഖം മുൻ DGP ആർ ശ്രീലേഖ അവർ ജയിലിലെ അനുഭവങ്ങൾ വരെ പങ്കുവെച്ചുകൊണ്ട് ഈ ദിലീപിനെ കണ്ട സാഹചര്യമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു പ്രതി എന്നതിനപ്പുറം ഒരു വല്ലാത്ത തരത്തിലുള്ള മറ്റു തലത്തിൽ ദിലീപിനെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു ദയനീയാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ചാനലിൽ കേസിൽ പോലീസ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു മുൻ DGP ആണ്. അവർ റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു വിഷയം എത്രത്തോളം ഈ കേസിന്റെ നാൾവഴികളെ സ്വാധീനിച്ചു എന്നത് പ്രസക്തമാണ്. കാരണം പോലീസിൽ തന്നെ ദിലീപിന്റെ അറസ്റ്റുമായൊക്കെ ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെന്നും ദിലീപ് പ്രതിയാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില ഭരണ സംവിധാനങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് അത്തരം അറസ്റ്റിലേക്കൊക്കെ പോയത് എന്നുമൊക്കെ ഒരുപാട് വാദങ്ങളുണ്ടല്ലോ. അങ്ങനെ രാഷ്ട്രീയമായി പോലും ഏറെ സ്വാധീനിക്കപ്പെടുന്നത് നമുക്കറിയാം. ഒരു സിനിമാ നടനെയൊക്കെ ഇങ്ങനെ ഒരു 10-82 ദിവസം ജയിലിൽ കിടക്കുക, ഒരു സൂപ്പർ താരമായിരിക്കുന്ന മലയാള സിനിമ അടക്കി ഭരിക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നാട്ടിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് മുൻപ് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ പോലും നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാടകങ്ങൾ നടന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഈ DGP ശ്രീലേഖ ഇത് പറയുന്നത് ഈ കേസിന്റെ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ ഏറ്റവും തലപ്പത്തിരുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം ഈ കേസിന് മുമ്പ് തന്നെ നടത്തുമ്പോൾ ആ പ്രതിക്ക് നൽകുന്ന ഒരു ക്ലീൻ ചിറ്റില്ലേ എന്നതാണ് ആക്ഷേപം വരുന്നത്. ഒടുവിൽ അതിജീവിതയ്ക്ക് ഇതിപ്പോൾ വിചാരണ കോടതിക്ക് മുന്നിൽ എത്തി ഈ വിഷയം തന്നെ ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യവും അതുതന്നെയാണ്. തനിക്ക് എവിടെ നിന്നും നീതി കിട്ടുന്നില്ല എന്ന തോന്നലാവാം ആ തരത്തിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. നമ്മൾക്ക് ഈ കേസിന്റെ അന്തിമ വിധി തീർപ്പിലേക്ക് വരുമ്പോൾ നിർണായകമാവുന്നതും അതുതന്നെയാവാം. കാരണം ഈ കേസിന്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ രഹസ്യമായെങ്കിലും അതായത് അവർ നേരിട്ടല്ലെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ആരോപണ വിധേയനായ ദിലീപിലേക്ക് എത്തുന്നതിന് ചില തെളിവുകളുടെ പരിമിതിയുണ്ട്. ആ തെളിവുകളുടെ പരിമിതി എന്നത് മാത്രമാണ് അതിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ അത് സാധിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയിലേക്ക് കൃത്യമായി വെളിച്ചം വീഴ്ചുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പലവട്ടം പല വേദികളിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ DGP ശ്രീലേഖയെ പോലെയുള്ളവർ അത് കള്ളരേഖ ചമയ്ക്കലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിനുള്ളിൽ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സംഭവിച്ചത് എന്ത് എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. അതാണിപ്പോൾ അങ്ങനെ ഒരുപാട് നാടകീയതകൾ നിറഞ്ഞ ഒരു കേസ് അന്വേഷണം അതിന്റെ വിചാരണയുടെ അന്തിമ ഘട്ടം ആരംഭിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം ഇതിന്റെ സാക്ഷി വിസ്താരം, കേസിന്റെ സാക്ഷി വിസ്താരം 1.5 മാസം മുമ്പ് പൂർത്തിയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ അന്തിമവാദം, അതിന് കൂടുതൽ സമയം വേണം എന്നൊക്കെ പ്രോസിക്യൂഷൻ
ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. ഒപ്പം ഈ ഒരു മാസത്തിനകം ഈ അന്തിമവാദത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയേക്കാം. പിന്നീട് ശിക്ഷ വിധിക്കുന്നതിനായി മാറ്റിവെച്ചേക്കാം. അങ്ങനെ തന്നെയല്ലേ നടപടിക്രമങ്ങൾ? മറ്റെന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? കാരണം 8 വർഷമായി ഇതിന്റെ ഒരു വിചാരണ ആരംഭിച്ചിട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് 8 വർഷമായി പലവിധ നാടകീയ സംഭവവികാസങ്ങൾ കൊണ്ട് കോടതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജഡ്ജിക്കെതിരെ പോലും പരാതി ഉയർന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു ഈ അതിജീവിതരുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കേസ് ഒരു മാസം കൊണ്ട് അന്തിമവാദം അത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇപ്പോൾ? രഞ്ജിത്തെ, ഇന്ന് അന്തിമവാദം തുടങ്ങുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 2018 മാർച്ച് 8-നാണ് ഈ കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. 7 വർഷം കഴിഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ തന്നെ തുടങ്ങിയിട്ട്. വിചാരണ നീളുന്നതിൽ പോലും സുപ്രീം കോടതി ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ച ഒരു കേസ് കൂടിയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വരെ സംശയത്തിന് നിഴലിലായ ഒരു സാഹചര്യം. ദിലീപിന്റെ അഭിഭാഷകൻ ദിലീപിന്റെ അഭിഭാഷകൻ, സുഹൃത്തുക്കൾ, ഇവരെ എല്ലാം സംശയത്തിന് നിഴലിലാക്കിയ ഒരു കേസ് കൂടിയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ ഈ കേസിൽ ഇടപെടുന്നുണ്ട്. നിരന്തരമായി സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി വളരെ പ്രമാദമായ അല്ലെങ്കിൽ വളരെയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് നടിയെ ആക്രമിച്ച കേസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യുന്ന ഒരു സാഹചര്യം. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് 3 തവണ ടാമ്പർ ചെയ്ത് അതിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറുന്ന ഒരു സാഹചര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയുടെ അണ്ടറിലിരിക്കുമ്പോൾ തന്നെ നടന്നു എന്നുള്ളതും മാത്രമല്ല, ഇക്കാര്യത്തിൽ കോടതി ജീവനക്കാർ ഉൾപ്പെട്ട സാഹചര്യം കൂടിയുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്കമാലി മജിസ്ട്രേറ്റ് ലീല റഷീദ് വിവോ ഫോൺ, അതായത് ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോണിന്റെ ഉടമ ശിരസ്തദാർ താജുദ്ദീൻ, അതുപോലെ മഹേഷ് മോഹൻ എന്ന കോടതി ബെഞ്ച് ക്ലർക്ക്, ഇവർ 3 പേരുമാണ് ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുകയും ഹാഷ് വാല്യൂ മാറിയെന്നും മെമ്മറി കാർഡ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തുവെന്നും കണ്ടെത്തിയിട്ടും ഇവർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ള പരാതിയും നടി ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതിയുമായാണ് നടി രാഷ്ട്രപതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. ഹൈക്കോടതിക്ക് മുൻപാകെയും സുപ്രീം കോടതിക്ക് മുൻപാകെയും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നെങ്കിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല. ജുഡീഷ്യറിക്ക് മേൽ ഭരണ സംവിധാനങ്ങൾ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നടി രാഷ്ട്രപതിയെ കാണാൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടിയുണ്ട്. ശ്രീലേഖ IPSന്റെ, അതായത് മുൻ DGPയുടെ നേരെ ഉണ്ടായിരുന്ന ഒരു കേസ്. ഈ കേസിൽ ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. അത് സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥ പോലും ആയിരുന്നില്ല അവർ, അതല്ലെങ്കിൽ അന്വേഷണ മേധാവിയായിരുന്നില്ല, സംഘത്തിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ജയിൽ മേധാവി മാത്രമായിരുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനി എന്ന് പറയുന്നത് ജോർജ് ജോസഫ്